ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കോളജി യൂണിറ്റിൽ നിന്ന് 2017 നീറ്റ് മുതൽ 2019 നീറ്റ് വരെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, നമ്മൾ ഈ ഇക്കോളജി യൂണിറ്റിൽ നിന്ന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളൊരു പെർട്ടിക്കുലർ നമ്പർ സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ അത് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും സംശയമോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, 2 ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ, 3 ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, 4 എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്. ഓക്കെ, ഈ 4 ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൽ വരുന്നത്. നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇയർ വൈസ് ചെയ്യുന്നതാണ്. ആദ്യം 2017 നീറ്റ് പേപ്പറിൽ വെച്ച് തുടങ്ങാം. 2017 കഴിഞ്ഞ് നമ്മൾ 2018 ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ 2019 നീറ്റ് പേപ്പർ ഡിസ്കസ് ചെയ്യും. നമുക്ക് ആദ്യം 2017 നീറ്റ് പേപ്പറിലെ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എടുക്കാം. ഇതിൽ നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്തു. ക്വസ്റ്റ്യൻ: the region of biosphere reserve which is legally protected and where no human activity is allowed is known as. So ബയോസ്ഫിയർ റിസർവിലെ ഏത് ഭാഗമാണ് ഹ്യൂമൻ ആക്ടിവിറ്റി ഒട്ടുമില്ലാത്ത ഭാഗം? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: കോർ സോൺ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ, റീസ്റ്റോറേഷൻ സോൺ. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 കോർ സോൺ ആയിരിക്കും. ഞാൻ എക്സ്പ്ലനേഷൻ എടുക്കാം. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഈ ബയോസ്ഫിയർ റിസർവിന് നമുക്ക് 3 സോണുകളായിട്ട് തരംതിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ സോൺ ഏതാണ്? കോർ സോണ്. ഈ കോർ സോണിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കോർ സോൺ ഈസ് വിത്തൗട്ട് എനി ഹ്യൂമൻ ഇന്റർഫിയറൻസ്. ഇവിടെ ഒരു തരത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലും ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ഒരു ഏരിയ ആണ് എന്ത്? കോർ സോൺ. ഏറ്റവും സെൻട്രൽ പാർട്ടിൽ കാണുന്ന സോൺ ആണ് എന്ത്? കോർ സോൺ. ഈ കോർ സോണിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാം? ബഫർ സോൺ കാണാം. കോർ സോണിന് ചുറ്റുമായിട്ട് നമുക്ക് ബഫർ സോൺ കാണാം. ഈ ബഫർ സോണിൽ നമുക്ക് ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റി കാണാം. ലിമിറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്റെ ഇടപെടൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്നാൽ മൂന്നാമത്തെ സോൺ ആണ് ട്രാൻസിഷൻ സോൺ. ഈ ട്രാൻസിഷൻ സോണിൽ നമുക്ക് ഹ്യൂമൻ സെറ്റിൽമെന്റ് കാണാം, ഗ്രേസിംഗ് കാണാം, കൾട്ടിവേഷൻ കാണാം. ഇതെല്ലാം ഇവിടെ എന്താണ്? അലൗഡ് ആണ്. സോ ട്രാൻസിഷൻ സോൺ കിടക്കുന്നത് എന്താണ്? ബഫർ സോണിന്റെ മുകളിലായിട്ടാണ് അല്ലെങ്കിൽ ചുറ്റുമായിട്ടാണ് ട്രാൻസിഷൻ സോൺ കാണുന്നത്. സോ സെൻട്രൽ പാർട്ട് എന്താണ്? കോർ സോൺ. ഇവിടെ നമുക്ക് ആർക്കും പോകാൻ അനുവദിക്കില്ല. ഓക്കെ, അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? ബഫർ സോൺ. ദെൻ അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? ട്രാൻസിഷൻ സോൺ. സോ നിങ്ങൾ ബയോസ്ഫിയർ റിസർവിന്റെ സോണുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 1 ആയിരിക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 121. ഓക്കെ, നീറ്റ് 2017 പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്യാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു എക്സൈറ്റീവ് കൺസർവേഷൻ ഓഫ് ത്രെറ്റൻഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 1 വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. ഇത് കറക്റ്റ് ആണ്. സോറി, ഇത് എക്സൈറ്റീവ് കൺസർവേഷൻ ആണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഹിമാലയൻ റീജിയൻ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ഇതൊക്കെ എന്താണ്? ഇൻസൈറ്റീവ് കൺസർവേഷൻ ആണ്. എന്താണ്? ഇൻസൈറ്റീവ് കൺസർവേഷൻ ആണ്. എന്നാൽ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് എക്സൈറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള നെയ്യാർ സഫാരി പാർക്ക് വൈൽഡ് ലൈഫ് സഫാരി പാർക്കിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. എക്സൈറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഓഫ് സൈഡ് സ്ട്രാറ്റജിയാണ്. അതല്ലെങ്കിൽ നമുക്ക് എക്സൈറ്റീവ് കൺസർവേഷനെ ഓഫ് സൈഡ് കൺസർവേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മൾ ആനിമൽസിനെ കൺസർവ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ കൺസർവ് ചെയ്യുന്നുണ്ട്.
ആനിമൽസിനെ നമ്മൾ കൺസേർവ് ചെയ്യുന്നത് സുവോളജിക്കൽ പാർക്കിലാണ്. സുവോളജിക്കൽ പാർക്ക് ഒരു എക്സൈറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മൾ പ്ലാന്റ്സ് കൺസേർവ് ചെയ്യുന്നത് എവിടെയാണ്? ബൊട്ടാനിക്കൽ ഗാർഡൻസിലാണ്. ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ എന്താണ് കൺസേർവ് ചെയ്യുന്നത്? പ്ലാന്റ്സ് ആണ്. സോ ബൊട്ടാനിക്കൽ ഗാർഡനും സുവോളജിക്കൽ പാർക്കും ഇതിന് എക്സാമ്പിൾ ആണ്, എക്സൈറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് എക്കോസിസ്റ്റം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 2017 എന്ത് ചോദിച്ചു നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ എടുത്തു, വിച്ച് എക്കോസിസ്റ്റം ഹാസ് ദി മാക്സിമം ബയോമാസ്? ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ളത് ഏത് എക്കോസിസ്റ്റത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആയിരിക്കും. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലാണ് നമുക്ക് മാക്സിമം ബയോമാസ് കാണാൻ കഴിയുക. ഇത് പഠിച്ചിരിക്കുക. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു, പ്രസൻസ് ഓഫ് plants arranged into well-defined vertical layers depending on their height can be seen best in. അതായത് വെർട്ടിക്കൽ ആയിട്ട് ലെയർ ആയിട്ട് തരംതിരിച്ചിരിക്കുന്ന അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏരിയ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും, അഥവാ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരിക്കും. ഞാൻ അതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ നമുക്ക് 5 വെർട്ടിക്കൽ സ്ട്രാറ്റ കാണാൻ കഴിയും. എന്തിന്റെ ബേസ് ചെയ്തില്ല? ബേസ്ഡ് ഓൺ ഹൈറ്റ്. ഹൈറ്റിന്റെ ബേസിൽ നമുക്ക് 5 ലെവൽ ഓഫ് സ്ട്രാറ്റ കാണാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 ലെയർ ഓർത്തിരിക്കാം. ഓക്കെ, ഈ 5 വെർട്ടിക്കൽ സ്ട്രാറ്റ ഏതൊക്കെയാണ്? 1 ഗ്രൗണ്ട് വെജിറ്റേഷൻ ആണ്, 2 സ്ട്രബ്സ് ആണ്, 3 ഷോർട്ട് കനോപ്പി ട്രീസ് ആണ്, 4 എന്താണ്? ടോൾ കനോപ്പി ട്രീസ് ആണ്, 5 എന്താണ്? ടോൾ എമർജന്റ് ട്രീസ് ആണ്. സോ ഗ്രൗണ്ട് വെജിറ്റേഷൻ, സ്ട്രബ്സ്, ഷോർട്ട് കനോപ്പി ട്രീ, ടോൾ കനോപ്പി ട്രീ, ടോൾ എമർജന്റ് ട്രീസ്, ഇത്തരത്തിലുള്ള 5 വെർട്ടിക്കൽ സ്ട്രാറ്റ നമുക്ക് എവിടെ കാണാൻ കഴിയും? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. എൻവയറമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു നോക്കാം നമുക്ക്. ഞാൻ ക്വസ്റ്റ്യൻ എടുത്തു, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് റിമൂവ് സസ്പെൻഡഡ് സോളിഡ്സ്? സസ്പെൻഡഡ് സോളിഡ്സിനെ റിമൂവ് ചെയ്യുന്നത് സീവേജ് ട്രീറ്റ്മെന്റിലെ ഏത് സ്റ്റേജ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, അതായത് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാം. പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ് ആണ്. നിങ്ങൾ ഈ ഫിസിക്കൽ എന്ന് പറയുന്ന ടേമിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോസസ് ആണ്. അതുപോലെ ഈ പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമുക്ക് 2 പ്രധാന സ്റ്റേജുകൾ കാണാം. ഒന്ന് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആണ്, 2 എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, സീക്വൻഷ്യൽ ഫിൽട്രേഷനും സെഡിമെന്റേഷനും കാണാൻ കഴിയുന്നത് ട്രീറ്റ്മെന്റ് ഏത് സ്റ്റേജിലാണ്? സോ ആൻസർ എന്താണ്? പ്രൈമറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ത് പ്രോസസ് ആണ്? ഒരു ഫിസിക്കൽ പ്രോസസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് വാലിഡ്? നിങ്ങൾ ഈ നോട്ട് വാലിഡ് വാലിഡ് കാണുമ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് ഇൻകറക്റ്റ് എന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് മാർക്ക് ചെയ്യണം, കാരണം അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് വാലിഡ് ഫോർ എയറോസോൾസ്? എയറോസോൾസുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം, ദേ ആർ ഹാർംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ അൾട്ടർ റെയിൻഫോൾ ആൻഡ് മൺസൂൺ പാറ്റേൺ, അതും ശരിയാണ്. ദേ കോസ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അത് ശരിയല്ല. അവർ ഇൻക്രീസ് ചെയ്യില്ല, അവർ ഡിക്രീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദേ വിൽ ഡിക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വെറുതെ ഒന്ന് എടുക്കുക, ദേ ഹാവ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്, അത് ശരിയാണ്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. എയറോസോൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അത് പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖലയിലെ, അത് ഡയറക്റ്റ് എഫക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് എഫക്റ്റ് ആവാം. ഓക്കെ, എന്നാൽ നമ്മുടെ ഈ എയർ പൊല്യൂഷന് വളരെയധികം കൂടുതലാകുകയാണെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള, പെർമനന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യുക? അഗ്രികൾച്ചറൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഓർത്തിരിക്കുക, എയറോസോള് അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്.
ഇനി നമുക്ക് 2018 ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. ഞാൻ ആദ്യം എടുക്കുന്ന 2018 ഇക്കോളജി യൂണിറ്റിലോട്ട് കടക്കാം. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു നമുക്ക് നോക്കാം. സി, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നിഷേ ഈസ്. എന്താണ് നിഷേ? ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഞാൻ ദി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ദി ഓർഗാനിസം നീഡ്സ് ടു ലിവ്. അത് ശരിയല്ല, അതല്ല നിഷേ. ദ ഫിസിക്കൽ സ്പേസ് വെർ ആൻ ഓർഗാനിസം ലിവ്, അതും തെറ്റാണ്. ഓൾ ദി ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദി ഓർഗാനിസംസ് എൻവയോൺമെന്റ്, അതും തെറ്റാണ്. അടുത്ത എന്താണ്? ദ ഫങ്ഷണൽ റോൾ പ്ലേഡ് ബൈ ദി ഓർഗാനിസം വേർ ഇറ്റ്സ് ലിവ്, ഇത് ശരിയാണ്. സോ എന്താണ് നിഷേ? ദി ഫങ്ഷണൽ റോൾ പ്ലേഡ് ബൈ ദി ഓർഗാനിസം വേർ ഇറ്റ് ലിവ്സ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നിഷേ എന്ന് വിളിക്കുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് നിഷേ എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ജെ ഗ്രിനൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് മാച്ച് ദി ഫോളോയിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ സയന്റിസ്റ്റിന്റെ പേര് മറക്കരുത്, ജെ ഗ്രിനൽ. ജെ ഗ്രിനൽ ആണ് ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ എടുക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ സയൻസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്? ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്തരത്തിലുള്ള പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സി, ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? അതിന് മുമ്പായിട്ട് നമുക്കറിയാം പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഒരു ഓക്കെ, ഞാൻ ഫസ്റ്റ് ആൻസർ പറയാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലനേഷനോട് പോവാം. ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും, അഥവാ അമെൻസാലിസം ആയിരിക്കും. ഞാൻ സൊല്യൂഷൻ എടുക്കാം. പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ പെനിസിലിയം ഓർ ദി ഓർഗാനിസം വിച്ച് പ്രൊഡ്യൂസ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ എക്സൈറ്റീവ് കൺസർവേഷൻ എക്സെപ്റ്റ്. എക്സൈറ്റീവ് കൺസർവേഷനിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇൻസൈറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾ ഏതാണ്? ഓക്കെ, ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എടുത്തു, തെറ്റാണ്. സാക്രഡ് ഗ്രോവ് എടുത്തു, ശരിയാണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്? സാക്രഡ് ഗ്രോവ്. സാക്രഡ് ഗ്രോവ് ആണ്. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, സീഡ് ബാങ്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? എക്സൈറ്റീവിന് എക്സാമ്പിൾ ആണ്. സാക്രഡ് ഗ്രോവിന് ഏതിന് എക്സാമ്പിൾ ആണ്? ഇൻസൈറ്റീവ്. ഓക്കെ, സാക്രഡ് ഗ്രൂവ്സ് ഇൻസൈറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾ ആണ്. ഇറ്റ് റെപ്രസെന്റ് പ്രിസ്റ്റൈൻ ഫോറസ്റ്റ് പാച്ച് ആസ് പ്രൊട്ടക്റ്റഡ് ബൈ ട്രൈബൽ ഗ്രൂപ്പ്സ്. സി, നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ കാവുകളും മറ്റും ഉണ്ട്. സോ കാവുകൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ ഒരു മതവുമായിട്ട് അവരുടെ എന്താണ് മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിത്തുകൾ അതിലുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കൾച്ചറുമായി അവരുടെ കൾച്ചറാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്? സാക്രഡ് ഗ്രോവിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ കാവ് എന്നുള്ളത് ഓർത്തിരുത്താൽ മതി. അതുപോലെ പല ട്രൈബൽ ഗ്രൂപ്പ്സും ഇത്തരത്തിലുള്ള സാക്രഡ് ഗ്രൂവ് ആയിട്ട് പല പ്രദേശങ്ങളും അവർ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 2018 നീറ്റ് ബയോളജി പേപ്പറിൽ എന്ത് ചോദിച്ചു എന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേറ്റാലിറ്റി റെഫേഴ്സ് ടു. നേറ്റാലിറ്റി എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്കറിയാം ആൻസർ എന്തായിരിക്കും? ബർത്ത് റേറ്റ് ആയിരിക്കും. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. നേറ്റാലിറ്റി എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് ആണ്. എന്നാൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെത്ത് റേറ്റ് ആണ്. അതുപോലെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എൻറ്ററിങ് എ ഹാബിറ്റാറ്റ്. ഒരു ഹാബിറ്റാറ്റിലോട്ട് ഒരാളുകൾ അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ രാജ്യത്തിലോട്ട് മറ്റു രാജ്യക്കാർ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഇമിഗ്രേഷൻ എന്ന് പറയാ. അതുപോലെ എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകൾ മറ്റൊരു രാജ്യത്തിലോട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എമിഗ്രേഷൻ എന്ന് പറയാ. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ലീവിങ് ദി ഹാബിറ്റാറ്റ്, അതാണ് എന്ത്? എമിഗ്രേഷൻ. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, എപ്പോഴും നിങ്ങൾ ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് ഇൻസൈറ്റീവ് എക്സൈറ്റീവ് കൺസർവേഷനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഒന്നും അറിയാത്തൊരു കുട്ടിക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന, അതായത് പഠിച്ച ഉപയോഗം ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് ഇൻസൈറ്റീവ് എക്സൈറ്റീവ്. ഒരിക്കലും വിട്ടുപോകരുത്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ 156 എടുത്തു. ഇൻ എ ഗ്രോയിങ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ഗ്രോയിങ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി, ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ സൊല്യൂഷൻ എടുക്കാം. Whenever
the pre-reproductive individuals or younger population size is larger than reproductive group, the population will be an increasing population. അതായത് പലതരത്തിലുള്ള പോപ്പുലേഷൻ ഉണ്ട്. എന്താണ് ഇൻക്രീസിങ് പോപ്പുലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇൻക്രീസിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള, ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ത്യ എടുക്കുക, നമ്മുടെ ഇന്ത്യ ഒരു ഇൻക്രീസിങ് പോപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ ഗ്രോയിങ് പോപ്പുലേഷൻ. അത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ യങ്ങർ പോപ്പുലേഷന് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിനേക്കാളും കൂടുതലാണ്. അതായത് വളർന്നു വരുന്ന തലമുറ, ചുരുക്കി പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ കൂടുതലാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നത്. ഇതിന് മുമ്പത്തെ ആളുകൾക്ക് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു കൺട്രിയുടെ പോസിറ്റീവ് സൈൻ, ഒരു കൺട്രി വളരുന്നു എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താണ് പറഞ്ഞത്? സയന്റിഫിക്കലായിട്ട് എന്താ പറഞ്ഞത്? പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ യങ്ങർ പോപ്പുലേഷന് ആരെക്കാളും കൂടുതലായിരിക്കും? റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള ആളുകളെക്കാളും കൂടുതലായിരിക്കും. നമ്പർ ആർക്കാണ് കൂടുതൽ? പ്രീ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ യങ്ങർ പോപ്പുലേഷൻ ആണ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ എന്നാൽ ചില കൺട്രി എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇറ്റലി എടുക്കാം. ഇറ്റലിയിൽ അവിടെ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ ആണ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ അവരുടെ പോപ്പുലേഷൻ എന്താണ്? ഡിക്ലൈനിങ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഇറ്റലിയിൽ കൊറോണ പാൻഡമിക് വന്നപ്പോൾ ഒരുപാട് മരണം നടന്നത്. കാരണം അവിടെ ഹെൽത്ത് കുറവാണ്, അവരുടെ പോപ്പുലേഷൻ കൂടുതലും ആരാണ്? വയസ്സായിട്ടുള്ള എൽഡർ സ്റ്റേജിലുള്ള ആളുകളാണ്. ഓക്കെ. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കേസ് പറഞ്ഞാൽ നമുക്ക് യങ്ങർ ജനറേഷൻ ആണ് കൂടുതൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ്സ് ഷോ എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് എ സ്പീഷീസ് ഓഫ് മോത്ത് where none of the two can complete its life cycle without the other? ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഇതില് ആൻസർ ഏതായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് UK ആയിരിക്കും. ഞാൻ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം. യൂക്ക എന്ന് പറയുന്ന പ്ലാന്റിന് ഒരു മോത്ത് സ്പീഷീസ് ആയിട്ടുള്ള പ്രൊന്യൂബയുമായിട്ട് ഒബ്ലിഗേറ്റ് മ്യൂച്വലിസം കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യൂക്കും അതുപോലെ ഈ മോത്തിന് അഥവാ പ്രൊന്യൂബക്കും ഒരുമിച്ച് ജീവിക്കാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ഒരുമിച്ചേ ജീവിക്കാൻ കഴിയുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതായത് ക്ലോസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ആര്? യൂക്കയും അതുപോലെ ഒരു മോത്ത് സ്പീഷീസ് ആയിട്ടുള്ള പ്രൊന്യൂബയും. ഈ 2 പേരുകളും നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂക്ക, പ്രൊന്യൂബ. പ്രൊന്യൂബ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോത്ത് സ്പീഷീസ് ആണ്. ഈ ഇന്ററാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? ഒബ്ലിഗേറ്റ് മ്യൂച്വലിസം. എന്താ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ? 2 പേരും ബെനിഫിറ്റഡ് ആണ്. 2 പേരും ബെനിഫിറ്റഡ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? മ്യൂച്വലിസം എന്ന് വിളിക്കാം. എന്താണ് കോമൺസാലിസം? എന്താണ്? +0. അതിനാണ് നമ്മൾ എന്താണ്? കോമൺസാലിസം എന്ന് വിളിക്കുക. അതായത് ഒരാൾ ബെനിഫിറ്റഡ് ആണ്, അടുത്ത ആൾ എന്താണ്? ന്യൂട്രൽ ആണ്. എന്നാൽ മറ്റൊന്നാണ് -0, അമെൻസാലിസം. ഒരാൾക്ക് ഹാംഫുൾ ആണ്, എന്നാൽ മറ്റേ ആൾക്ക് എന്തില്ല? ഒരു എഫക്റ്റും ഇല്ല. മറ്റൊന്നാണ് +- പാരസൈറ്റിസം അല്ലെങ്കിൽ പ്രിഡേഷൻ. ഒരാൾ ബെനിഫിറ്റഡ് ആണ്, അടുത്ത ആൾ എന്താണ്? ഹാംഫുൾ ആണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് 2018 ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തെല്ലാം ചോദിച്ചു എന്ന് നോക്കാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്തു. വാട്ട് ടൈപ്പ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ് വുഡ് ബി ഒബ്റ്റെയിൻഡ് വിത്ത് ദി ഫോളോയിങ് ഡാറ്റ? സെക്കൻഡറി കൺസ്യൂമർ 120, പ്രൈമറി കൺസ്യൂമർ 60, പ്രൈമറി പ്രൊഡ്യൂസർ 10. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഞാൻ ആദ്യം ആൻസർ പറഞ്ഞുതരാം. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആയിരിക്കും. ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, പ്രൈമറി പ്രൊഡ്യൂസർ എന്താണ്? 10 ആണ്. അതിനേക്കാളും കൂടുതൽ വാല്യൂ ആർക്കാണ്? പ്രൈമറി കൺസ്യൂമറിന്. അതിനേക്കാളും കൂടുതൽ വാല്യൂ ആർക്കാണ്? സെക്കൻഡറി കൺസ്യൂമറാണ്. ഞാൻ അതിന്റെ ഡയഗ്രം ഒന്ന് വരച്ചു തരാം. ഇവിടെ സപ്പോസ് ഇതാണ് പ്രൈമറി പ്രൊഡ്യൂസർ. ഇവിടെ വാല്യൂ തന്നതിനനുസരിച്ച് ഇതാണ് പ്രൈമറി പ്രൊഡ്യൂസർ. അതിനേക്കാളും വലിയ വാല്യൂ ആണ് ആർക്ക്? പ്രൈമറി കൺസ്യൂമർ. ഞാൻ പ്രൈമറി കൺസ്യൂമറിന്റെ മുകളിലായിട്ട് കാണിക്കാം, ഇങ്ങനെ കാണിക്കുകയാണ്. അതിനേക്കാളും വലിയ വാല്യൂ ആണ് ആർക്ക്? സെക്കൻഡറി കൺസ്യൂമർ. ഞാൻ സെക്കൻഡറി കൺസ്യൂമർ ഞാൻ ഇവിടെ കാണിച്ചു. സോ നമുക്ക് ഈ വാല്യൂ അനുസരിച്ച് നമ്മൾ വരച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഷേപ്പാണ് കിട്ടുക. ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവേർട്ടഡ് പിരമിഡ് അഥവാ ഇൻവേർട്ടഡ് ഷേപ്പ്. ഓക്കെ. അതുപോലെ ബയോമാസ്. എന്തുകൊണ്ടാണ് നമ്മൾ ബയോമാസ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഗ്രാമിലാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം എന്ന് പറയുന്ന മാസിന്റെ യൂണിറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ബയോമാസിന്റെ യൂണിറ്റ് ആണ്. ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നാൽ മറ്റൊരു തരത്തിലുള്ള ഗ്രാഫാണ് അപ്രൈറ്റ്.
ഒന്ന് എഴുതാൻ ശ്രമിക്കാം. അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്രൈറ്റില് പ്രൈമറി പ്രൊഡ്യൂസർ വലുതായിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ പ്രൈമറി പ്രൊഡ്യൂസറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. സെക്കൻഡറി കൺസ്യൂമർ വീണ്ടും കുറവായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അപ്രൈറ്റ് ഗ്രാഫ് എന്ന് വിളിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചില പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും? ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. എപ്പോഴും പിരമിഡ് ഓഫ് എനർജി എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ്, മറക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, എന്നാൽ ബാക്കിയുള്ളതൊക്കെ എന്താവാം? വാല്യൂ തന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ചില സമയത്ത് പിരമിഡ് ഇൻവേർട്ടഡ് ആവും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എൻവയറമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. 2018 പേപ്പറിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ഓസോൺ ഡേ, നമുക്കൊരു ആൻസർ എന്താണ്? സെപ്റ്റംബർ 16. എന്നാൽ ബാക്കിയുള്ള ഈ ഡേറ്റ് ഒക്കെ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് നോക്കി നോക്കാം. സൊല്യൂഷൻ നോക്കാം. 5th ജൂൺ എന്താണ്? വേൾഡ് എൻവയറമെന്റ് ഡേ ആണ്. സിമ്പിൾ ആണ്. എന്നാൽ April 21 എന്താണ്? നാഷണൽ യെല്ലോ ബാഡ് ഡേ ആണ്. ഇതൊന്നും കൂടുതൽ പേർക്കും അറിയാൻ ചാൻസ് ഇല്ല, എല്ലാവരും എഴുതി വെക്കുക. ഓക്കെ, 22 April എന്താണ്? നാഷണൽ എർത്ത് ഡേ ആണ്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്കൻഡറി പൊല്യൂട്ടൻ? താഴെ കൊടുത്തിട്ടുള്ളതിൽ സെക്കൻഡറി പൊല്യൂട്ടന്റ് ഏതാണ്? രണ്ട് തരത്തിലുള്ള പൊല്യൂട്ടന്റ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 4 അഥവാ ഓസോൺ, O3 അഥവാ ഓസോൺ ആയിരിക്കും. ഞാൻ സൊല്യൂഷൻ എടുക്കാം. ഒരു കാര്യം വിട്ടുപോയത്, എന്താണ് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള വ്യത്യാസം? ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ഫോം ചെയ്യുന്നത് പ്രൈമറി പൊല്യൂട്ടന്റ് തമ്മിൽ റിയാക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സെക്കൻഡറി പൊല്യൂട്ടന്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഇൻ സ്ട്രാറ്റോസ്ഫിയർ വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ് ആക്ട് ആസ് എ catalyst in degradation of ozone and release molecular oxygen? ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ക്ലോറിൻ ആയിരിക്കും. UV റേസ് CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബണുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? ക്ലോറിൻ ഫോം ചെയ്യും. ഈ ക്ലോറിന് എന്തിന്റെ ഡീഗ്രഡേഷന് കാരണമാവും? ഓസോണിന്റെ ഡീഗ്രഡേഷന് കാരണമാവും. ആ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസോൺ ഡിപ്ലീഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓസോൺ ഡിപ്ലീഷൻ. ഈ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ഹോള് ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയാണ്? അന്റാർട്ടിക്കയിലാണെന്നുള്ളതും ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യന് ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്ക് കോളം 1 എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. യൂട്രോഫിക്കേഷൻ, സാനിറ്ററി ലാൻഡ്ഫിൽ, സ്നോ ബ്ലൈൻഡ്നെസ്, ജും കൾട്ടിവേഷൻ. കോളം 2 എന്തൊക്കെയുണ്ട്? UVB റേഡിയേഷൻ, ഡീഫോറസ്റ്റേഷൻ, ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ. ഞാൻ ഇതിന്റെ സൊല്യൂഷൻ എടുത്തുതരാം നിങ്ങൾക്ക്. നമുക്ക് യൂട്രോഫിക്കേഷന് ന്യൂട്രിയൻ എൻറിച്ച്മെന്റുമായി കണക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ്? ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് വഴിയാണ്, അഥവാ ന്യൂട്രിയൻസ് കൂടുമ്പോഴാണ് എന്ത് നടക്കുന്നത്? യൂട്രോഫിക്കേഷൻ നടക്കുന്നത്. എന്താ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നാച്ചുറൽ ഏജിങ് എന്ന് നമ്മൾ പറയാം. അതായത് വാട്ടർ ബോഡീസിന്റെ നാച്ചുറൽ ഏജിങ്ങിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ ഉണ്ടാകുന്നത് ന്യൂട്രിയൻസ് കൂടുമ്പോഴാണ്, അഥവാ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് നടക്കുമ്പോഴാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തൊരു പോയിന്റ് ആണ് സാനിറ്ററി ലാൻഡ്ഫിൽ. സാനിറ്ററി ലാൻഡ്ഫില്ലും വേസ്റ്റ് ഡിസ്പോസലും കണക്ട് ചെയ്യാം. എന്തുകൊണ്ടാ? വേസ്റ്റ് ഡിസ്പോസൽ നടത്താനുള്ള ഒരു മെത്തേഡാണ് എന്ത്? സാനിറ്ററി ലാൻഡ്ഫിൽ. അതുപോലെ നമുക്ക് സ്നോ ബ്ലൈൻഡ്നെസ്സും UVB റേഡിയേഷനും കണക്ട് ചെയ്യാം. അതുപോലെ ജും കൾട്ടിവേഷനും ഡീഫോറസ്റ്റേഷനും കണക്ട് ചെയ്യാം. എന്താ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഈ ഡീഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡീഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്, സപ്പോസ് നമ്മളൊരു ഫോറസ്റ്റ് നശിപ്പിക്കുകയാണെങ്കിൽ, ഒരു കാട് നശിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഡീഫോറസ്റ്റേഷൻ എന്ന് വിളിക്കാം. എന്നാൽ നമ്മളൊരു
വനം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, ഫോറസ്റ്റ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ റീഫോറസ്റ്റേഷൻ എന്ന് വിളിക്കാം. ജും കൾട്ടിവേഷന് ഡീഫോറസ്റ്റേഷൻ എക്സാമ്പിൾ ആണ്. ജും കൾട്ടിവേഷന് മറ്റൊരു പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ കൾച്ചർ. സ്ലാഷ് ആൻഡ് ബേൺ കൾച്ചർ. ചിലപ്പോൾ വരാൻ പോകുന്ന എക്സാമിൽ അവർ യൂസ് ചെയ്യാൻ പോകുന്ന വേർഡ് ഇതായിരിക്കാം, സ്ലാഷ് ആൻഡ് ബേൺ കൾച്ചർ. ഓക്കെ, ഇത് നല്ലൊരു പ്രവൃത്തിയല്ല, വനനശീകരണമാണ്. ഓക്കെ, ഇനി നമുക്ക് 2019 ഇക്കോളജി യൂണിറ്റിൽ നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദി എർത്ത് സമ്മിറ്റ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ ഇൻ 1992 വാസ് കോൾഡ്. ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് കാണാം. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. അതായത് ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്. കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ. നമുക്ക് അതിന്റെ സൊല്യൂഷൻ എടുത്ത് നോക്കാം. സി, നമുക്ക് എർത്ത് സമ്മിറ്റിനെ മറ്റൊരു പേരിട്ട് വിളിക്കാം, അഥവാ റിയോ സമ്മിറ്റ്. ഈ സമ്മിറ്റ് നടന്നത് 1992 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഇവിടെ എടുത്ത തീരുമാനം? പല രാജ്യങ്ങളും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിന്റെ സംരക്ഷണം, അതുപോലെ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, നിലനിർത്തിക്കൊണ്ട് യൂസ് ചെയ്യുക. ഒറ്റയടിക്ക് നമ്മൾ മുഴുവൻ ഉപയോഗിച്ച് കഴിക്കാതെ കുറച്ച് ഉപയോഗിക്കുക, നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുക. ഈ 2 തീരുമാനങ്ങളാണ് എടുത്തത്. ഒന്ന് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്, 2 സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ആണ്. ഓക്കെ, ഈ സമ്മിറ്റിന്റെ പേരും വർഷവും ഓർത്തിരിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സി, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് ഗ്യാസസ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓസോൺ ആൻഡ് അമോണിയ ശരിയല്ല, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ശരിയല്ല, നൈട്രജൻ ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ് ശരിയല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീഥേൻ അത് ശരിയാണ്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഗ്രാഫ് നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺട്രിബ്യൂഷൻ, ഞാനിവിടെ പലതരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസും അതിൻ്റെ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 60%, മീഥെയിൻ 20% ആണ്, CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ 14% ആണ്, N2O 6% ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ആർക്കാണ്? കാർബൺ ഡൈ ഓക്സൈഡിനും മീഥെയിനുമാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനുമാണ് എന്ത്? മേജർ ഗ്യാസസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാത്തിന്റെയും വാല്യൂ നിങ്ങൾ പഠിക്കണം. മിനിമം നിങ്ങൾ ഇതിന്റെ ഓർഡറെങ്കിലും മനസ്സിലാക്കണം. അതായത് ആദ്യം ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും, അതിനുശേഷം മീഥെയിൻ ആണെന്നും, അതിനുശേഷം CFC ആണെന്നും, അതിനുശേഷം N2 ആണെന്നും. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെങ്കിൽ പല ബുക്കിലും ഇതിന്റെ ഓർഡറുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഭാഗത്ത് നിന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഇൻസൈറ്റു കൺസർവേഷൻ? ഇൻസൈറ്റു കൺസർവേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സൈറ്റു കൺസർവേഷൻ ഏതാണ്? ഇവിടെ എക്സൈറ്റു കൺസർവേഷൻ ഏതാണ്? ബയോസ്ഫിയർ റിസർവ് ഇൻസൈറ്റു കൺസർവേഷൻ ആണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻസൈറ്റു ആണ്, സാക്രഡ് ഗ്രോവ് ഇൻസൈറ്റു ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്താണ്? എക്സൈറ്റു ആണ്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 3 ബൊട്ടാണിക്കൽ ഗാർഡൻ. സി, ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു എക്സൈറ്റു കൺസർവേഷൻ അഥവാ ഓഫ് സൈറ്റ് കൺസർവേഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ എന്താണ് കൺസേർവ് ചെയ്തിട്ടുള്ളത്? ലിവിങ് പ്ലാന്റ്സ് അഥവാ ഫ്ലോറ, ഇവയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഹ്യൂമൻ മാനേജ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ഇത് നടക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഒരു നോർമൽ ഫോറസ്റ്റ് എടുത്താൽ അത് നാച്ചുറൽ ആയിട്ട് വളരുകയാണ് അവിടെയുള്ള മരങ്ങളെല്ലാം. എന്നാൽ ഇതെന്താണ്? ഹ്യൂമൻ മാനേജ് സിസ്റ്റം, മനുഷ്യന്മാരാണ് ഇതിന്റെ മാനേജ്മെന്റ് എല്ലാം നടത്തുന്നത്. അതാണ് ബൊട്ടാണിക്കൽ ഗാർഡനും ഒരു ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ആനിമൽസും പ്ലാന്റ്സും എക്സ്റ്റിങ്ക്റ്റ് ആവുന്നതിനുള്ള അഥവാ വംശനാശം സംഭവിക്കുന്നതിനുള്ള മേജർ റീസൺസ് എന്ന് പറയുന്നത് 4 മേജർ 4 റീസൺസ് എന്ന് പറയുന്നത് ഇതാണ്. സി, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ,
ആലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. എന്താ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എക്കോസിസ്റ്റം ആണെന്ന് വിചാരിക്കാം, ഒരു ഹാബിറ്റാറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഹാബിറ്റ്, ഫോർ എക്സാമ്പിൾ ഇതൊരു ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ഫോറസ്റ്റിന്റെ സെൻട്രൽ പാർട്ടിൽ പോയിട്ട് നമ്മളൊരു ഫ്ലാറ്റ് വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ രണ്ട് സൈഡിലും ഓരോ സ്പീഷീസ് ഉണ്ടാവും. ഈ സ്പീഷീസ് എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അതിന്റെ ഇടയിൽ ഒരു ബാരിയർ അല്ലെങ്കിൽ തടസ്സം വന്നാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ വംശനാശം സംഭവിക്കും. ഓക്കെ, കാരണം പല ജീവികളും അവർക്ക് ഉതകുന്ന തരത്തിൽ കുറച്ച് വൈഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർ ഫുഡിനായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ മനുഷ്യന്മാരെന്തെങ്കിലും നമ്മൾക്ക് അവർക്ക് പണി കൊടുത്താൽ എന്ത് ചെയ്യും? അവര് എക്സ്റ്റിങ്ഷന് കാരണമാവും, അവര് വംശനാശം സംഭവിക്കാൻ കാരണമാവും. ഇതാണ് ഒരു റീസൺ. ഓക്കെ, രണ്ടെന്താ ആലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്നുള്ളത്. അതായത് എന്താണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയാം നമുക്ക്. ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു ജീവിയാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ നാട്ടിലും പാടങ്ങളിലെല്ലാം ഇദ്ദേഹത്തെയാണ് കാണാൻ കഴിയുന്നത് നമുക്ക് മേജർ ആയിട്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ പുറത്തുനിന്ന് വരുന്ന സ്പീഷീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആലിയൻ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഇവർ പുറത്തുനിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള എൻഡമിക് സ്പീഷീസ്, നിങ്ങൾ ഈ വേർഡ് ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്, പല സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് പണ്ട് കാലം മുതലേ ജീവിച്ചു പോരുന്ന സ്പീഷീസിനെ വിളിക്കുന്ന പേരാണെന്ത്? എൻഡമിക് സ്പീഷീസ്. ആലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരുന്ന സ്പീഷീസ് ആണ് എന്ത്? ആലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഒരു ആലിയൻ സ്പീഷീസ് ആണ്. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന കാറ്റ് ഫിഷിനെ കില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ വിലസിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ ഇവിടെ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഐക്കോർണിയ. ഇപ്പൊ നമ്മുടെ ഏത് കുളം എടുത്താലും നമുക്ക് ഒരുപാട് അവിടെ ആഫ്രിക്കൻ പായൽ കാണാൻ കഴിയില്ലേ? ഈ ആഫ്രിക്കൻ പായൽ നീക്കാൻ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്, അത് നീക്കാൻ മാത്രമായിട്ട്. അവര് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ആലിയൻ സ്പീഷീസ് ആണ്. ഓക്കെ, അടുത്ത ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അടുത്ത് എന്താണ്? കോ എക്സ്റ്റിങ്ഷൻ. ഞാൻ ഇത് നേരത്തെ പറഞ്ഞതുപോലെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോഡോ ബേർഡും അതുപോലെ കാൽവേരിയ മേജർ എന്ന് പറയുന്ന ഒരു പ്ലാന്റും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മൾ ഇതിൽ ആരെങ്കിലും കട്ട് ചെയ്താൽ അടുത്ത ആൾ നശിച്ചു പോകും. നമ്മൾ വേറെ എക്സാമ്പിൾ പറഞ്ഞു, മോത്ത്, പ്രൊന്യൂബ, അങ്ങനെ കുറെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇതുപോലെ രണ്ട് ഓർഗാനിസം തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ അതിൽ ഒരാൾ നമ്മൾ കില്ല് ചെയ്താൽ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത ആൾക്കും അത് സംഭവിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നത്തെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കോ എക്സ്റ്റിങ്ഷൻ. ഈ 4 റീസൺസിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഈവിൾ ക്വാർട്ടറ്റ്. ഈ 4 റീസണിലും ഏറ്റവും മേജർ ആയിട്ടുള്ള റീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റീസൺ ആണ്, അതായത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഇതാണ് ആനിമൽസും പ്ലാന്റ്സും എക്സ്റ്റിങ്ക്റ്റ് ആവുന്നതിനുള്ള മേജർ റീസൺ. ഈ 4 ഓപ്ഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ 4 കാരണത്തിന് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 4 ഓപ്ഷൻസിൽ അക്വാട്ടിക് എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ആണ്. അതുപോലെ നമുക്ക് ഈ അക്വാട്ടിക് എക്കോസിസ്റ്റത്തില് പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയിരിക്കും. PP കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈമറി പ്രൊഡ്യൂസർ. അതുപോലെ PC അഥവാ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് സൂ പ്ലാങ്ക്ടൺ ആയിരിക്കും. സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്നത് സ്മോൾ ഫിഷസ് ആയിരിക്കും. ടെർഷറി കൺസ്യൂമർ എന്ന് പറയുന്നത് ലാർജ് ഫിഷസ് ആയിരിക്കും. ഇവിടെ ഞാൻ എടുത്ത അക്വാട്ടിക് എക്കോസിസ്റ്റം ഏതാണ്? അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോട്ടോകോൾ ഡിഡ് എയിം ഫോർ റെഡ്യൂസിംഗ് എമിഷൻ ഓഫ് ക്ലോറോഫ്ലൂറോ കാർബൺസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ? ക്ലോറോഫ്ലൂറോ കാർബൺ അഥവാ CFCയുടെ എമിഷൻ കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് എന്തായിരിക്കും? ഓപ്ഷൻ 1 മോൺട്രിയൽ പ്രോട്ടോകോൾ. നമുക്ക് സൊല്യൂഷൻ എടുക്കാം.
സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ഡിപ്ലീഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് രാജ്യങ്ങൾ കൂടി ഒപ്പുവെച്ച ഒരു കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഈ മോൺട്രിയൽ എന്ന് പറയുന്നത് കാനഡയിലുള്ള ഒരു സ്ഥലമാണ്. ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1987 വർഷം ഓർത്തിരിക്കുക, 1987. സ്ഥലം ഏതാണ്? മോൺട്രിയൽ ഇൻ കാനഡ. ആ പ്രോട്ടോകോളിനെ നമ്മൾ എന്താ വിളിച്ചത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഒരിക്കലും ഈ വർഷം മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. എല്ലാം NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Polyblend, a fine powder of recycled modified plastic, has proved to be a good material for. Polyblend എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്തിന് യൂസ്ഫുൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 3, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്. റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പോളിബ്ലെൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സി, polyblend is a fine powder of recycled modified plastic waste. The mixture is mixed with bitumen that is to use to layer roads. പോളിബ്ലെൻഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൗഡറാണ്. ഈ പൗഡർ ബിറ്റുമിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ നിങ്ങൾ തന്നെ NCERT റെഫർ ചെയ്യുക. ഈ പോളിബ്ലെൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എല്ലാം നിർമ്മിച്ചത് ആരാണ് എന്ന് ഒരു വ്യക്തിയുടെ പേര് കൊടുത്തിട്ടുണ്ട് NCERT ബുക്കിൽ. ആ പേര് നിങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്നില്ല ഇപ്പോൾ, നിങ്ങളൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് പേര് നിങ്ങൾ ഓർത്തിരിക്കുക, പോളിബ്ലെൻഡ് അതുപോലെ ബിറ്റുമിൻ. bury the waste within rocks deep below earth's surface. നിങ്ങളുടെ NCERT കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.